അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം റബീഉൽ അവ്വൽ, ആ മാസം സമാഗതമാകുമ്പോൾ മുഅ്മിനീങ്ങളുടെ മനസ്സകത്ത് ഒട്ടേറെ പ്രവാചക ചിന്തകളും ഓർമ്മകളും കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം എല്ലാ മാസവും നടത്തപ്പെടാറുണ്ടെങ്കിലും അതിവിപുലമായ രീതിയിലുള്ള മൗലിദ് സദസ്സുകളും നബിദിന പ്രോഗ്രാമുകളുമൊക്കെ റബീഉൽ അവ്വൽ മാസത്തിലാണ് സജീവമായി നടത്തപ്പെടാറുള്ളത്. കൂടുതലായി നമ്മുടെ കേരളത്തിൽ പാരായണം ചെയ്യപ്പെടുന്ന മൗലിദുകളാണ് മങ്കൂസ് മൗലിദ്, ഷറഫൽ അനാം മൗലിദ് തുടങ്ങിയ മൗലിദുകൾ. മങ്കൂസ് മൗലിദുമായി ബന്ധപ്പെട്ട ഏതാനും ചിലത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളും അവിടുത്തെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങളും ഒക്കെ വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു കൊച്ചു മൗലിദ് ഗ്രന്ഥമാണ് മങ്കൂസ് മൗലിദ്. കോടാനക്കോടി മുഅ്മിനീങ്ങൾ ഇതിനകം ആ മൗലിദ് പാരായണം ചെയ്ത് കഴിഞ്ഞു. ആ മങ്കൂസ് മൗലിദ്, അതിൻ്റെ രചയിതാവ് ആരാണ് എന്നാണ് പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നാം പറയുമ്പോൾ പൊന്നാനി മഖ്ദൂം കുടുംബത്തിലെ പ്രമുഖ പണ്ഡിതനാണ് കൊങ്ങണം വീട്ടിൽ ഷെയ്ഖ് ഇബ്രാഹിം കുട്ടി മഖ്ദൂം റളിയല്ലാഹു അൻഹു. വലിയ സയ്യിദ് മഖ്ദൂം തങ്ങളുടെ പൗത്ര പരമ്പരയിൽപ്പെട്ട ഒരു മഹാൻ. ഹിജറ 1264 ജനിച്ച് 1323 വഫാത്തായ ഇബ്രാഹിം കുട്ടി മഖ്ദൂം തങ്ങളാണ് മങ്കൂസ് മൗലിദിന് ആദ്യമായി ഒരു വ്യാഖ്യാനം എഴുതിയത്. അറബി മലയാളത്തിലാണ് ഈ തർജുമ അദ്ദേഹം രചിച്ചത്. നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ച ഇബ്രാഹിം കുട്ടി മഖ്ദൂം തങ്ങൾ ആ തർജുമയുടെ ആമുഖത്തിൽ പറയുന്നത്, ഈ മൗലിദിന് മങ്കൂസ് ചുരുക്കപ്പെട്ടത് എന്ന പേര് കാണുന്നു. ഇത് ഏതിൽ നിന്ന് ചുരുക്കിയതാണ് എന്ന് കാണുന്നില്ല. അതിനാൽ ചില പതിപ്പുകളിൽ കണ്ടതനുസരിച്ച് ഇതിനു ചേർന്ന പേര് മൻകൂസ്, കാഫ് പുള്ളില്ലാത്ത കാഫ്, മങ്കൂസ് എന്നായിരിക്കും. മഖ്ദൂം തങ്ങളുടെ പൗത്രം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടപ്പോൾ ബിംബങ്ങൾ തല കീഴായി മറിഞ്ഞ സംഭവം, വ അസ്ബഹത്ത് അസ്നാമുദ്ദുന്യ കുല്ലുഹാ മങ്കൂസത്തൻ എന്ന് ഈ മൗലിദിൽ പറയുന്നുണ്ടല്ലോ. വിശുദ്ധ ഖുർആനിൽ പശുവിനെ കുറിച്ച് പറഞ്ഞ സൂറത്തിന് അൽ ബഖറ എന്നും സുപ്രയെ കുറിച്ച് പറഞ്ഞ സൂറത്തിന് അൽ മാഇദ എന്നും മറ്റും പേര് വന്നതുപോലെ, അപ്പോൾ മഖ്ദൂം പരമ്പരയിൽപ്പെട്ട ഒരു പൗത്രനാണ് ഇബ്രാഹിം കുട്ടി മഖ്ദൂം തങ്ങൾ. അദ്ദേഹം പറയുന്നത് മങ്കൂസ് ചുരുക്കപ്പെട്ടത് എന്നല്ല, മങ്കൂസ് തല കീഴായി ബിംബങ്ങൾ മറിഞ്ഞു എന്ന അർത്ഥത്തിലുള്ള പേരാണ് യോജിപ്പ് എന്നാണ്. ആ തർജുമയിൽ മങ്കൂസ് മൗലിദ് ആര് രചിച്ചു എന്ന് ഇബ്രാഹിം കുട്ടി മഖ്ദൂം റഹിമഹുല്ലാ പറയുന്നില്ല. കിടങ്ങയത്തുള്ള പ്രമുഖ പണ്ഡിതൻ ഇബ്രാഹിം അൽ മുല്ലവി അവർകൾ
മരണം ഹിജ്റ 1370. അദ്ദേഹം രചിച്ച തുഹ്ഫത്തുൽ മുഷ്താഖീൻ അലൽ മൗലിദിൽ മർസൂമി ബിൽ മങ്കൂസ്, മങ്കൂസിൻ്റെ ഒരു വ്യാഖ്യാനം. അതിൽ മഹാൻ പറയുന്നത്, അതിൻ്റെ രചയിതാവിൻ്റെ പേര് പറയാതെ ലി ബഅദി ഉലമാഇൽ മലബാരിയീൻ, ചില മലബാരി പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാൾ രചിച്ചത്. അപ്പം അദ്ദേഹം ആര് രചിച്ചു എന്ന് വ്യക്തമായി ലഭ്യമല്ലാത്തതുകൊണ്ട് പേര് പറഞ്ഞില്ല. അതൊരു സൂക്ഷ്മതയാണ്. മഖ്ദൂം തങ്ങളുടെ പൗത്രൻ പേര് പറയാനേ പോയിട്ടില്ല. അതേസമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ അസ്ഹരി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട ഗസാലി ഇമാമാണെന്ന് ഐതിഹ്യമുണ്ട്. ഈജിപ്തിൽ തുർക്കികളുടെ ഭരണകാലത്തുണ്ടായ വബാ എന്ന പേരിൽ ഈ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന പകർച്ചവ്യാധി കാലത്ത് ഇബ്നു ഹജറുൽ ഹൈത്തമി മുതലായവർ ഇത് ഓതിയിരിക്കുന്നുവെന്നും അക്കാലത്ത് മൗലിദ് നബവിയിൽ മറ്റുള്ളവയേക്കാൾ പ്രചാരത്തുണ്ടായത് മങ്കൂസ് മൗലിദായിരുന്നുവെന്നും കേൾക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈജിപ്തിൽ പഠിച്ചിരുന്ന കാലത്ത് ഇതിൻ്റെ കയ്യെഴുത്ത് കോപ്പികൾ കുത്തുബ് ഖാനയിൽ കണ്ടിട്ടുണ്ട്. പിന്നീട് മഖ്ദൂമുകൾ പ്രചരിപ്പിച്ചത് കൊണ്ടാകാം അവരിലേക്ക് ചേർക്കപ്പെട്ടത്. മങ്കൂസ് മൗലിദ് വ്യാഖ്യാനം പേജ് 4, മുക്കം മുഹമ്മദ് ബാക്കവി എന്ന വ്യക്തി എഴുതിയതാണ്. അപ്പോൾ ഗസാലി ഇമാം ഉണ്ടാക്കിയെന്ന ഒരു കാഴ്ചപ്പാടാണ് അസ്ഹരി തങ്ങൾ പറഞ്ഞത്. എന്നാൽ ഷെയ്ഖ് സ്വദഖത്തുള്ള മൗലവി റഹിമഹുല്ല മരണം ഹിജ്റ 1406 ശഅബാൻ 18 വ്യാഴം. അദ്ദേഹം പറയുന്നത്, മങ്കൂസ് മൗലിദിൻ്റെ രചയിതാവ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണെന്നാണ് അസാതീദിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. പൊന്നാനി ദേശത്ത് ഒരു കാലത്ത് കോളറ പിടിപെട്ടപ്പോൾ അത് ശമിക്കാൻ വേണ്ടി മഹാനവർകൾ പല മൗലിദ് കിതാബുകളിൽ നിന്നും ചുരുക്കി എടുത്തതാണെന്നും അതുകൊണ്ടാണ് മങ്കൂസ് എന്ന് പേര് വെക്കപ്പെട്ടതെന്നും പറയപ്പെട്ടിരിക്കുന്നു. അഹ്യാ റബി അൽ കൽബി എന്ന പദ്യം ഇമാം ഗസാലിയുടെ മൗലിദിൽ നിന്നും എടുത്തതാണ്. സുബ്ഹാന മൗലിദ്. പഴയ മങ്കൂസ് മൗലിദിൽ ഇമാം ഗസാലിക്ക് വേണ്ടി മഹാനവർകൾ ദുആയിരുന്ന വസ്ഫൽ വ മുന്നബിജംഇ ശംലിൻ വഗ്ഫിറൻ ലി മുഹമ്മദ് ബിനി മുഹമ്മദിൻ എന്ന ബൈത്ത് അഹ്യാ റബി അൽ കൽബി എന്ന പദ്യത്തിൻ്റെ അവസാനത്തിൽ കാണാം. സമ്പൂർണ്ണ ഫത്താവ പേജ് 197. വലിയ മഖ്ദൂം എന്നോ ചെറിയ മഖ്ദൂം എന്നോ വ്യക്തമാക്കാതെ സയ്യിദി മഖ്ദൂം എന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട സ്വദഖത്ത് ഉസ്താദ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ മങ്കൂസ് മൗലിദ് രചയിതാവ് ആര് എന്ന് വ്യക്തമായി ആധികാരികമായിട്ട് ഇവരാരും പറയുന്നില്ല. അത് അവർ കാണിക്കുന്ന സൂക്ഷ്മതയാണ്. അതേ സമയത്ത് സമ്പൂർണ്ണ ഫത്താവയുടെ പേജ് 226 മഹാനായ സ്വദഖത്ത് ഉസ്താദ് പറയുന്നു, മങ്കൂസ് മൗലിദ് സയ്യിദി മഖ്ദൂമിനാൽ രചിക്കപ്പെട്ടതാണെന്ന് വസ്തുത പരക്കെ അറിയാവുന്നതാണ്. ഇവിടെ രചയിതാവിൻ്റെ ഭിന്നത അത് ആരെന്ന് അറിയാത്തത് ആ കിതാബിൻ്റെ ആധികാരികതയ്ക്ക് യാതൊരു കോട്ടവും പറ്റുന്നില്ല. ആര് രചിച്ചാലും ശരി, മങ്കൂസ് മൗലിദിൻ്റെ ആശയം ആധികാരികമാണ്. വിശുദ്ധ ഖുർആനോടും തിരുസുന്നത്തിനോടും സമ്പൂർണ്ണമായി യോജിച്ച ഒരു ആധികാരിക കിതാബാണ്. രചയിതാവിൻ്റെ ഭിന്നത സ്വാഭാവികമാണ്. ഷറഫുലന മൗലിദ് അതും ആര് രചിച്ചു എന്നതിൽ ഭിന്നതയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. മങ്കൂസ് മൗലിദ് പോലത്തെ ഗ്രന്ഥങ്ങൾ കൂടുതൽ പാരായണം ചെയ്യാനും മുത്തുനബിൻ്റെ മഹബത്ത് ലഭ്യമാവാനും പടച്ച റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.